കേരളത്തിലെ രാഷ്ട്രീയ ആരോഗ്യ മേഖലകളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ എയിംസ് സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ നിലപാട് ആവർത്തിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. ആലപ്പുഴയ്ക്ക് എയിംസ് അനുവദിക്കില്ലെങ്കിൽ അത് തമിഴ്നാട്ടിലേക്ക് പോകുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ വരെ തയ്യാറാണെന്നും അദ്ദേഹം ഇടുക്കിയിലെ ഒരു സംവാദ പരിപാടിയിൽ വ്യക്തമാക്കി. മന്ത്രിയുടെ പുതിയ പ്രതികരണം എയിംസിന്റെ സ്ഥാനം സംബന്ധിച്ച് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. ഇടുക്കി ജില്ലയിലെ സംവാദത്തിൽ സംസാരിക്കവേ താൻ 2015 മുതൽ സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ അദ്ദേഹം ആവർത്തിച്ചു. എയിംസ് ആലപ്പുഴയ്ക്ക് ഇല്ലെങ്കിൽ തമിഴ്നാടിന് എന്ന് താൻ പറഞ്ഞതായി ചില കോണുകളിൽ നിന്ന് വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ടെന്നും അത് തെളിയിക്കാൻ സാധിച്ചാൽ താൻ ഈ പണി അവസാനിപ്പിക്കുമെന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി തന്റെ പ്രസ്താവനകളുടെ ആധികാരികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു. എയിംസ് സ്ഥാപനം ആലപ്പുഴയിൽ തന്നെ വരണം എന്നത് തന്റെ ദൃഢമായ ആവശ്യമാണെന്നും മന്ത്രി ഊന്നി പറഞ്ഞു. 2015 താൻ സ്വീകരിച്ച നിലപാട് ഇന്നും അതേപോലെ നിലനിർത്തുന്നുണ്ടെന്നും എയിംസിനായി ആലപ്പുഴയെ പിന്തുണയ്ക്കുന്നതിൽ തനിക്ക് യാതൊരു മാറ്റവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒരു ബദൽ നിർദ്ദേശം എന്ന നിലയിൽ അദ്ദേഹം തൃശൂരിന്റെ കാര്യവും മുന്നോട്ട് വെച്ചു. ആലപ്പുഴയിലേക്ക് സാധ്യമല്ലെങ്കിൽ തൃശൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൃശൂരിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ അത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് കാരണമാകുമെന്നും മന്ത്രി വാദിച്ചു. എയിംസ് തമിഴ്നാട്ടിലേക്ക് മാറ്റുമെന്ന പ്രചാരണത്തിന് തെളിവ് നൽകിയാൽ താൻ രാജിവെക്കാൻ വരെ തയ്യാറാണെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു. ഈ കടുത്ത നിലപാട് തന്നെ ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള സർക്കാരിന് എവിടെയെങ്കിലും സ്ഥലം വാങ്ങി എയിംസ് തുടങ്ങാമെന്ന് പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എയിംസ് പോലുള്ള ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. എവിടെ എയിംസ് വന്നാലും അത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് കാരണമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസ് തൃശൂരിന് അർഹതപ്പെട്ടതാണെന്ന് ആവർത്തിച്ച മന്ത്രി എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയത് കൊണ്ട് കാര്യമില്ല, സംസ്ഥാനത്തിന് മുഴുവൻ ഗുണം ലഭിക്കണമെങ്കിൽ തൃശൂർ വരണം. 2015 മുതലുള്ള എന്റെ നിലപാട് ഇതാണ് എന്നും കൂട്ടിച്ചേർത്തു. തൃശൂരിന് എയിംസ് നൽകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ദുഷ്ടലാക്ക് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എയിംസ് വിഷയത്തിന് പുറമെ അടുത്തിടെ താൻ വിജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ചും സുരേഷ് ഗോപി ശക്തമായി പ്രതികരിച്ചു. എതിർ പാർട്ടിക്കാർ വർഷങ്ങളായി കള്ളവോട്ട് നടത്തിയാണ് ജയിച്ചിരുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിക്കുന്നത്. 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നായിരുന്നു തൃശൂരിലെ കള്ളവോട്ട് ആരോപണങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രൂക്ഷമായ പ്രതികരണം. കഴിഞ്ഞ കാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വിജയം നേടിയതിലെ അവിഹിത മാർഗങ്ങളെയാണ് മന്ത്രി ഈ പ്രസ്താവനയിലൂടെ സൂചിപ്പിച്ചത്. ഇത്തവണ കേരളത്തിൽ BJP ശക്തമായ സാന്നിധ്യമാകുമെന്നും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. BJPക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാകുമെന്നതിന്റെ സൂചനയായി അദ്ദേഹം തന്റെ വിജയത്തെ ഉയർത്തിക്കാട്ടി. BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തോ പാലക്കാട്ടോ അല്ല ഞാൻ ജയിച്ചത്, സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശൂരിലാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തന്റെ വിജയം BJPക്ക് കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വന്തം വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വൈകാരികമായ പ്രതികരണം നടത്തി. ഇത് പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. തൃശൂരിലെ വിജയം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും അദ്ദേഹത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. വിജയത്തിന് മുൻപ് തനിക്കെതിരെ വന്ന വിമർശനങ്ങളെയും ആരോപണങ്ങളെയും മന്ത്രി ഓർത്തെടുത്തു. മന്ത്രിയുടെ ഈ പ്രസ്താവനകൾ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടുതൽ വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് എയിംസിന്റെ സ്ഥാനം സംബന്ധിച്ചും തൃശൂരിലെ തിരഞ്ഞെടുപ്പ് ആരോപണങ്ങളെ കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണങ്ങൾ. എയിംസ് വിഷയത്തിൽ ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം, കോട്ടയം തുടങ്ങിയ ജില്ലകൾ എയിംസിനായി മുറവിളി കൂട്ടുന്ന സാഹചര്യത്തിൽ മന്ത്രിയുടെ ഈ നിലപാട് രാഷ്ട്രീയമായി ഏറെ പ്രസക്തമാണ്. കേരളത്തിന്റെ സമഗ്ര ആരോഗ്യ വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.